ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചുട്ടരച്ച ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കാണാം. ഈ ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത് ഉടച്ച ശേഷം ചിരട്ടയൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തീക്കണലിട്ടിട്ട് ചുട്ടെടുക്കാം. നല്ല തീക്കണലിട്ട് വേണം തേങ്ങ ചുട്ടെടുക്കേണ്ടത്. ഇട്ട ശേഷം നമുക്ക് കണ്ണിലിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വേകും. അതിന് ശേഷം ഒരു കൈ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതും ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതൊരു 10 മിനിറ്റ് കഷ്ടിച്ച് മതിയാവും. ഉള്ളി പാകത്തിന് വെന്തിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. തണുത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് എൻ്റെ മണ്ട മുറിച്ചിട്ട് ഉരിച്ചെടുക്കാം. ഇനി വറ്റൽമുളക് ചുട്ടെടുക്കാം. അതിനുവേണ്ടി 6 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ ചുടുന്നതിന് കൂടുതൽ തീ വേണ്ട, അതിലും കുറച്ച് മതി. ഉള്ളിക്ക് വളരെ കുറച്ച് മതി മുളക് ചുടുന്നതിന്. കൂടുതൽ കനലുണ്ടെങ്കിൽ മാറ്റിയ ശേഷം 2 വശം ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ട് കരിയാതെ ചുട്ടെടുക്കണം. തേങ്ങ ചുട്ട ശേഷം ചെറുതായിട്ട് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ ചുരണ്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കാം. ഉള്ളി വളരെ പെട്ടെന്ന് ഇതുപോലെ തോലുരിച്ചെടുക്കാം. ഉള്ളി ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഈ ചെറിയൊരു തേങ്ങയ്ക്ക് ഇത്രയും ഉള്ളി വേണം, അപ്പോഴേ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി വറ്റൽമുളക് ഒരേ ഒരു പ്രാവശ്യം പെട്ടെന്നൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് സമയം വെള്ളത്തിയിട്ട് വയ്ക്കരുത്. തേങ്ങ 2 പ്രാവശ്യം നല്ലപോലെ ഒന്ന് ഞെവിടി കഴുകണം. അപ്പോൾ അതിൻ്റെ ആ കരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ കഴുകിയെടുക്കണം. ഇനി മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുളകിൻ്റെ കാമ്പൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2-3 കഷ്ണമായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. മുളക് ഇട്ട് കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും കൂടെ ചേർത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കല്ലുപ്പ് ചേർക്കുന്നത് നല്ലതില്ലെങ്കിൽ മാത്രം പൊടിയുപ്പ് ചേർക്കുക. ഇനി തേങ്ങയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം. അതിലും വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ നല്ലപോലെ ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ച് ചേർക്കാം. ഉള്ളിയിലെ വെള്ളം കൊണ്ട് അരിഞ്ഞോളൂ, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ. അതുപോലെ വെള്ളം ഒഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് ദിവസം ചമ്മന്തി കേടാകാതിരിക്കുകയും ചെയ്യും. ഇനി കറിവേപ്പില ഇട്ട ശേഷം ഒന്ന് കറക്കിയെടുക്കാം. ഇതിൽ എരിവും ഉപ്പും പുളിയും എല്ലാം നമ്മൾ ആദ്യം ചേർത്തേ ഉള്ളൂ, രണ്ടാമതൊന്നും ചേർത്തിട്ടില്ല. എല്ലാം പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഇത്. എരിവും പുളിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. നോർമലായിട്ട് കഴിക്കുന്നവർക്ക് ഇത് കറക്റ്റായിട്ടുണ്ടാവും. ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയാണ് വയ്ക്കേണ്ടുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.